ഹംദാനെ സുഖമല്ലേ? സുഖം. ഹംദാന് ആദ്യം സംസ്കാരമല്ല പ്ലാനാക്കുന്നത്, വേറൊരു കോളേജ് പ്ലാനാക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ 3 കോളേജുകളും കണ്ടതിന് ശേഷം ഫൈനലി സംസ്കാരം നമ്മൾ എന്ത് ചെയ്തു, കൺഫേം ചെയ്തു. ശരിയല്ലേ? ആ സംസ്കാരം വന്ന് കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഹംദാൻ എന്തായാലും വെറ്റിനറി സയൻസ് തന്നെ പഠിക്കേണ്ട ഒരാളായിരുന്നു എന്നുള്ളൊരു കാര്യം. ഹംദാന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ സർപ്രൈസ് ആവും. എന്തൊക്കെ ജീവികളുണ്ട് വീട്ടില്? എക്സോട്ടിക്സും പിന്നെ ഹോഴ്സും അങ്ങനെ റേസിംഗ് അങ്ങനെ എന്തൊക്കെയാണ് ടോട്ടലായിട്ട്? ഹോഴ്സ് ഉണ്ട്, പിന്നെ പൈത്തൺസും എക്സോട്ടിക് പെറ്റ്സ് അധികം ഏകദേശം പൈത്തൺസ്, ഇഗ്വാനാസ്, ടരൻഡുലാസ്, ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ ഹംദാന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് അടുത്ത് വെച്ച് കാണാറുള്ള പേജ് കൂടെയാണ്. കാര്യം എന്റെ മോന് എന്താണ് ഈ ജീവികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹംദാൻ ഇവിടെ വന്ന സമയത്ത് എന്നോട് ഫസ്റ്റ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇവിടെ വീഡിയോയിലൊക്കെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഹോഴ്സിനെ കാണുന്നില്ലല്ലോ, ഇവിടെ ഹോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇന്നിപ്പോ ഹംദാനെ കണ്ടപ്പോഴാണ് ഹംദാൻ പറയുന്നത് ഇവിടുത്തെ ഹോഴ്സ് റൈഡിങ്ങിന്റെ ഇൻചാർജ് ഹംദാനാണെന്നുള്ളത്. എങ്ങനെയുണ്ട് ഹോഴ്സ് റൈഡിംഗ് ഒക്കെ? എങ്ങനെ പോകുന്നുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എത്ര ഹോഴ്സ് ഉണ്ട് ഇവിടെ? 2 തറോബേഡ്സ് ആണോ? ഓക്കെ. റൈഡിങ്ങിന് വേണ്ടിട്ട് മാത്രം. റൈഡിങ്ങിന് വേണ്ടി മാത്രമുള്ള ബ്രീഡ്സ് ആണ്. എന്താണ് ഈ റൈഡിങ്ങിന് വേണ്ടിയുള്ള ബ്രീഡ്സിന്റെയും അല്ലാണ്ട് നോർമൽ ആയിട്ടുള്ള? തറോബേഡ്സ് മോസ്റ്റ്ലി റേസ് കോഴ്സിലൊക്കെ കാണുന്ന ബ്രീഡ്സ് ആണ് തറോബേഡ്സ്. ഓക്കെ. അപ്പം നല്ല റൈഡിങ്ങിനൊക്കെ നല്ല പ്രത്യേകിച്ച് ഇന്ത്യൻ ബ്രീഡ്സിനെ അപേക്ഷിച്ച് തറോബേഡ്സ് റൈഡിങ്ങിന് വേണ്ടിട്ട് നല്ല. അപ്പൊ ഈ തറോ ബ്രീഡ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബ്രീഡ്സ് അല്ല? ഇന്ത്യൻ ബ്രീഡ്സ് അല്ല. ഓക്കെ. അത് റേസ് കോഴ്സിന് വേണ്ടിട്ട് അവര് അവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്നതാണ്, ഇന്ത്യൻ ബ്രീഡ് അല്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള 2 ഹോഴ്സ് കൂടെയുണ്ട്. അപ്പൊ ഈ 2 ഹോഴ്സിനെ മാനേജ് ചെയ്യുന്നുണ്ട് ഇപ്പൊ? ഇവിടെ നോക്കാൻ ആൾക്കാരുണ്ട്. റൈഡിങ് ഇപ്പൊ തുടങ്ങിയിട്ടില്ല, ഇപ്പൊ കറന്റ്ലി അവിടെ കുറച്ച് വർക്ക് ഉണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് ഈ പിന്നെ റൈഡിങ്ങിന്റെ ഇൻചാർജ് എന്ന് പറയുമ്പോൾ എന്താണ് ഹംദാന്റെ ജോലി എന്ന് പറഞ്ഞാല്? സ്റ്റുഡൻസിനെ കോർഡിനേറ്റ് ചെയ്യുക. ഓക്കെ. അവിടെ ട്രെയിനർ ഉണ്ട്, ഓവറായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക, ദെൻ അത് കൂടാണ്ട് സ്റ്റുഡൻസിനെ റൈഡിങ് പഠിപ്പിക്കുക, ഇങ്ങനത്തെ പരിപാടിയാണ്. സോ അപ്പൊ എന്തായാലും സംസ്കാരത്തിന് വന്നിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തില്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ? ഒരു വർഷം ഫസ്റ്റ് ഇയർ കഴിയാൻ പോകുന്ന പെട്ടെന്ന് പോയി. എക്സാം ഒക്കെ ആവാൻ പോകുന്നില്ലേ? സെക്കൻഡ് ആണല്ലായി. ഓക്കെ. ഇവിടെ സ്റ്റഡീസ് മാത്രമാണോ, ബാക്കി എന്തെങ്കിലും പ്രോഗ്രാംസ് ആക്ടിവിറ്റീസ് ഒക്കെ കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, സ്പോർട്സ് ഒക്കെ. ഇപ്പം സ്പോർട്സ് അത്ലറ്റിക്സ് ഈവന്റ് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ. എങ്ങനെയുണ്ട്? പണ്ടത്തെ പോലെ ജിമ്മിലൊക്കെ പോകാറുണ്ടോ? കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ജിമ്മ് വൈകിട്ടും എല്ലാം രാവിലെയും വൈകിട്ടൊക്കെ ഓപ്പൺ ആണ്. ഓക്കെ. പിന്നെ ക്യാമ്പസിൽ ജിം ഓപ്പൺ ആണ്? ഓക്കെ. അപ്പം എനിക്ക് പിന്നെ മെയിനായിട്ട് ഹംദാന്റെ മെയിനായിട്ടുള്ള 2 ക്രൈസിസ്, ഒന്ന് ജിമ്മും പിന്നെ ഒന്ന് ജീവികളോ വരുന്നില്ലേ? ഓക്കെ. അന്ന് ഞാന് ഉമ്മച്ചിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഉമ്മച്ചി തമാശക്ക് പറയുന്നുണ്ടായിരുന്നു, അവനെ പറഞ്ഞു വിട്ടിട്ടാണ് വീട്ടിലുള്ള എല്ലാ സാധനത്തിനും എന്താണ് പിടിച്ചു വിൽക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനെങ്കിലും വിറ്റോ? അതെല്ലാം അവിടെ തന്നെ ഉണ്ടോ? കസിൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, എല്ലാരും നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോ വെറ്റിനറി കഴിഞ്ഞതിന് ശേഷം ഹംദാന്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് എന്തായാലും ഒരു ഡൊമസ്റ്റിക് ആനിമൽ ഫീൽഡിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഭയങ്കര ചാൻസ് കുറവാണ്. എന്താ പ്ലാൻ? എക്സോട്ടിക്സ് ആൻഡ് വൈൽഡ് ലൈഫിൽ ഇനി ഒരു MBA എടുക്കണമെന്നാണ്. ഓക്കെ. എക്സോട്ടിക്സ് ആൻഡ് വൈൽഡ് ലൈഫിനകത്ത് MBA എടുക്കണമെന്നാണ് പ്ലാൻ. അപ്പൊ വലിയ അംബീഷനോട് കൂടിയാണ് ഇതിനകത്ത് വന്നത്. എത്ര ഏജ് മുതലാണ് ഇങ്ങനെ ഒരു ജീവികളോടൊക്കെ ഭയങ്കര ഇഷ്ടം? ഇത് തന്നെ ക്രൈസ്. പിന്നെ പാഷൻ പ്രൊഫഷൻ ആയിട്ട് വിചാരിച്ചു. ഓക്കെ. ശരി. അല്ല, ഇപ്പം ഈ ഒരു BBS സംബന്ധിച്ചിട്ടുള്ള പല സ്റ്റുഡൻസിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് MBBS നോക്കും, നീറ്റിന്റെ സ്കോർ കുറഞ്ഞു പോയി, ഇനി ഇല്ല സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പോയി പഠിക്കാനായിട്ട് പൈസയില്ല, അങ്ങനെ കുറെ വരുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായി. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നിയ ഒരാളാണ്. കാര്യം ഈ ഒരു സാധനത്തിനകത്ത് ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ പ്രൈവറ്റ് കോളേജിൽ വന്നിട്ട് ശരി 10-15 വർഷമാകുന്നു. വെറ്റിനറി കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഞാൻ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്നെ പോലെ ഇതിനകത്ത് ഇത്രയേറെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ ഇത്രയേറെ പാഷൻ ഉണ്ടെങ്കിൽ വെറ്റിനറി അടിപൊളിയാണ്. പാഷൻ ഇല്ലാണ്ട് വരുന്ന ആൾക്കാർക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. കാരണം ക്ലിനിക്കൽ പരമായിട്ട് പോകുന്ന സമയത്തുള്ള പ്രാക്ടിക്കലാണല്ലോ, സ്കില്ലാണല്ലോ മെയിൻ. അതെ. പാഷനും കൂടെ ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? ഫാക്കൽറ്റീസ് ഒക്കെ അടിപൊളിയാ. എല്ലാവരും നല്ല ക്വാളിഫിക്കേഷൻ, നല്ല ഇംഗ്ലീഷിലും ഓക്കെ. ലാംഗ്വേജ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല? എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പൊ നോർത്തില് നോർമലി ക്ലാസ്സിനൊക്കെ വരുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ലാംഗ്വേജ് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അങ്ങനത്തെ ലാംഗ്വേജ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല? ഇല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഫാക്കൽറ്റീസ് ആയിട്ട് പോയിട്ട് മീറ്റ് ചെയ്യാൻ സമയമുണ്ട്. അതിനൊക്കെ ഗ്യാപ്പ് എല്ലാം സെറ്റാണ്. എങ്ങനെയുണ്ട്? ഫുഡൊക്കെ മാനേജ് ആവുന്നുണ്ട്? എനിഹോ നോർത്ത് ഇന്ത്യ ആണ്, പിന്നെ എന്തായാലും നാട്ടിൽ കിട്ടുന്ന പോലെ ഫുഡ് കിട്ടത്തില്ല, അതൊരു ഫാക്ടർ തന്നെയാണ്. വീക്കിലി സൗത്ത് ഇന്ത്യ ഇവിടെ അധികം എക്സ്ട്രാ ക്യാൻറ്റീൻ, ഇപ്പൊ സൂപ്പർ മാർക്കറ്റ്, സലൂൺ എല്ലാം ഉണ്ട്, വന്നിട്ടുണ്ട് ക്യാമ്പസിനകത്തോ. എന്തൊക്കെയുള്ള സലൂൺ ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, കഫേസ് ഉണ്ട്, 2 കഫേസ് ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പൊ ഒരു സംഭവത്തിന് പുറത്തു പോകേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പുറത്തൊരു ATM ഇരിപ്പുണ്ട്, കാശ് എടുക്കുന്ന കാശ് എടുക്കാം ഇല്ലേ?
എല്ലാ സംവിധാനവും ഉണ്ട്. ഓക്കെ. ഇപ്പം ലാസ്റ്റ് ടൈം നമ്മൾ വരുന്ന സമയത്ത് ആ ഒരു കഫറ്റേരിയയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ രാവിലെ വന്നിട്ട് ഞാൻ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പം പഴയ കഫേയുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തുടങ്ങിയിരിക്കുന്ന പുതിയ കഫേയുണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഓക്കെ. പിന്നെ കുറച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. എനിക്ക് വന്ന് വെറ്റനറിക്കില്ല, വേറെ പല കോഴ്സുകൾക്ക് വേറെ കുറെ കോഴ്സുകൾക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ എക്സ്പ്ലോഷർ എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നു. ഈ വർഷം MBBS ഒരു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബെനിഫിറ്റ്സ് എന്തായാലും ഉണ്ടാവും തോന്നുന്നുണ്ട് അല്ലേ? ഓവറോള് ഇപ്പൊ വന്നിട്ട് അറൌണ്ട് ഒരു 6 to 7 months ആവുന്നുണ്ട്. ഫസ്റ്റ് ഇയർ കഴിയാനായിട്ട് പോകുന്നുണ്ട്. ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഓവറോൾ അടിപൊളിയാണ്. വെറ്റിനറി ഒക്കെ എടുക്കാൻ അത്യാവശ്യം വരുന്ന പിള്ളേർക്കാണെങ്കിൽ നല്ലൊരു കോളേജാണ്. അതായത് ഇപ്പോ ഹംദാന്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട്, കാര്യം ഇത് ഭയങ്കര പാഷനായിട്ട് കണ്ടുവന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ വന്നത് ഒരു കുഴപ്പമില്ല, പ്രതീക്ഷ റിഗ്രറ്റ് ഇല്ല. ഓക്കെ. വേറെ ഒരു റിഗ്രറ്റോ അങ്ങനത്തെ ഫീലിംഗോ കാര്യം തോന്നില്ല. ഓക്കെടാ, താങ്ക് യു വെരി മച്ച്.